ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മള് അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി പ്രാർത്ഥന ഉണ്ടാവണം, ആഗ്രഹം നടക്കണമെങ്കിൽ. അപ്പൊ അത് ഉണ്ടാവട്ടെ. കിച്ചുട്ട് അത്രയും ആഗ്രഹിച്ചാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് പരിപാടികളായിട്ട് തിരക്കായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ കാരണം മറ്റൊന്നുമല്ല, വൈകി വന്ന അമ്മ ഞാൻ എന്റെ കംപ്ലൈന്റ് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, അവരുടെ കുടുംബം മൊത്തം, അതായത് സ്വന്തം മകനെ പോലെ നോക്കുന്നവരാണ്. അവരെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്തോ ഒരു കിച്ചുവിന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്ന് വെച്ചാൽ ആദ്യത്തെ അമ്മ കളഞ്ഞിട്ട് പോയി, ഇപ്പൊ 2ാമത്തെ വയസ്സിലെന്തോ അമ്മ ഇട്ടിട്ട് പോയി. 2ാമത് വന്ന അമ്മയെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അവനൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആയിട്ട് തോന്നിയത് കൊണ്ട് അല്ല ചില ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സത്യം പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇട്ടത്. ഞാനൊരു വട്ട് ബിന്ദുവിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വട്ട് ബിന്ദു ഓർമ്മയില്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അതൊരു ചെറിയ ഡോസ് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ഓർമ്മിപ്പിക്കാം. ഈ ചിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഇതാണ് വട്ട് ബിന്ദു. ഈ വട്ട് ബിന്ദുവിന്റെ ഈ ഒരു വോയിസ് ഞാൻ പുറത്തു വിട്ടിരുന്നത്. അപ്പൊ എനിക്കിതൊരാൾ തന്ന ഒരു വോയിസാണ്, നമ്മളൊരു സുഹൃത്ത് തന്ന വോയിസാണ്. അപ്പൊ ഈ വട്ട് ബിന്ദു എവിടെ ചെന്ന്, അതായത് സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു, വട്ടബിന്ദു സർവനാശം ഭവന്തു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോ ഈ വട്ടബിന്ദു ആരുടെയൊക്കെ എവിടെയൊക്കെ തിരക്കി എന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. എന്റെ നമ്പർ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. എന്റെ നമ്പർ അത് ഒരുപാട് ഗ്രൂപ്പുകളിലുണ്ട് ഉള്ളതുകൊണ്ട് ആ നമ്പർ കിട്ടും. പക്ഷെ ആ നമ്പർ ഞാൻ മാസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്യണം, അതായത് ഗ്യാസിന് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ നമ്പർ എടുത്തുകൊണ്ട് എന്നെ വിളിക്കുന്നു. അപ്പൊ തന്നെ 2 മെസ്സേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ അത് ബ്ലോക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് എന്നെ അല്ലാതെ ഡയറക്റ്റ് വിളിക്കും, ഞാൻ അതിനെയും ബ്ലോക്ക് ചെയ്തു. വട്ട് ബിന്ദു വിചാരിച്ചിരിക്കും ഞാൻ പേടിച്ചിട്ടായിരിക്കും. അല്ല ബിന്ദു, അതായത് ഈ പ്രാന്തിയിലെടുത്തും മാനസിക നില തെറ്റിയിലെടുത്തും ഞാൻ സംസാരിക്കാൻ പോകാറില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, വെറുതെ ഞാൻ മണ്ടനാവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ബ്ലോക്ക് ചെയ്തത് എന്നുള്ളത്. വട്ട് ബിന്ദു വിചാരിക്കുന്നതായിരിക്കും എന്താണ് പേടിച്ചില്ല. അല്ല, മന്ദബുദ്ധികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക നില തെറ്റിയെടുത്ത് ഞാൻ സംസാരിക്കാറില്ല എന്നുള്ളത്. പിന്നെ നീ കുറെ പോസ്റ്റുകൾ നിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ പേക്കലി ആയിരുന്നു ഞാൻ 2 ദിവസം. അപ്പോൾ അതിന് നല്ലതായിട്ടൊരു മറുപടി ഞാൻ ഇങ്ങനെ പാർസൽ ചെയ്ത് അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം മക്കളെ വീട്ടിൽ കിട്ടും. അന്ന് പഠിച്ചു വെച്ചു. നീ പറഞ്ഞ കേസ് നമുക്കിനി കോടതിയിൽ കാണാം, സ്റ്റേഷനിൽ കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ കോടതി കേൾക്കണത്, സ്റ്റേഷൻ കേൾക്കണത്. ഈ വട്ട് വിത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതിലെ ഒരു വോയിസ് പുറത്തുവിട്ടല്ലോ, ആ വോയിസ് എന്റെയാണ്. രമണ, നീയാണ് രമണൻ എന്നാണ് പറയുന്നത്. ഒന്നും കൂടി കവടി നിരത്തി ചാത്തൻ്റെ അടുത്ത് ഒന്നും കൂടി ചോദിച്ചത് ഞാൻ തന്നെയാണോ എന്ന് ചാത്തൻ്റെ അടുത്ത് നിരത്തി ചോദിച്ചു. വട്ടേ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിന്നെ പോലോടത്തൊക്കെ വട്ടുകളെടുത്ത് ഈ പറയുന്ന രാത്രി ഇരുന്ന് ചാറ്റ് ചെയ്യാനും തേങ്ങയെന്നല്ല എന്റെ ജോലി, മനസ്സിലായോ? നിനക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. നിന്നെ പോലെ പ്രാന്തി എടുത്ത് വട്ടിനെ നിന്നെ പോലെ ഒറ്റ നടത്തിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പൊ അത് രാത്രി ഇത് ഏതോ ഒരുത്തനാണോ ഒരുത്തിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഏതോ ഇവളെടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ കൊടുത്ത വോയിസ് ആണ് ഞാൻ ഇത് പുറത്താക്കിയത്. ഇപ്പോ ഞാൻ പുറത്താക്കിയിട്ടുണ്ട്, അത് ചാറ്റ് ചെയ്തത് ഞാൻ തന്നെയാണെന്നാണ് വട്ട് ബിന്ദു പറയുന്നത്. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് കവടി നിരത്തി ചാത്തൻ്റെ ഒന്നും കൂടി ചെയ്തത് ഞാൻ തന്നെയാണോ എന്ന്. ചാത്തൻ നിങ്ങളെ പറ്റിച്ചതാണ്, ഞാനല്ല. എന്നെപ്പോലുള്ള പ്രാന്തിയിലെടുത്ത് തൊള്ളാനല്ല എന്റെ പണി കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം, നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ പറയാൻ വന്നത് ഇതാണ്. അതായത് ഈ പറയുന്ന ഫാമിലി എന്ത് ചെയ്യുന്നു, പിന്നീട് കിച്ചുവിനെയും കൊണ്ട് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. എന്തോ എൻ്റെ ഒരു സാധനം, ഇവനെന്തോ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സാധനം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനമാണ്. അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാൻ. മലയാളികൾ ഒന്നടങ്കം, ലോകമുള്ള മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അപ്പൊ അത് കിച്ചുവിന്റെ ആഗ്രഹം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും. നടക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഗൈസ്. കിച്ചുവിന്റെ ആഗ്രഹം നടത്താൻ വേണ്ടി നമ്മൾ പോവാണ്. അതെ, അപ്പൊ കൊല്ലത്തുനിന്ന് അവനും കേറും, ആഷിക്കും കേറും, അവന്റെ ഫ്രണ്ടും കിച്ചും കൊല്ലത്തുനിന്ന് കേറും. അതെ, പിന്നെ നമ്മള് ഇവിടെ സെറ്റ് ചെയ്തപ്പോ കേറി ഞങ്ങള് ബർത്തൊക്കെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. നിങ്ങളെല്ലാവരും ഒരുപാട് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവര് കൊച്ചുവേളിയിൽ നിന്ന് ഒരു ട്രെയിൻ കയറുന്നു, അതിനടുത്ത് കൊല്ലത്തെത്തുമ്പോൾ അവിടെ നിന്ന് കിച്ചുവും അവന്റെ ഫ്രണ്ട്സുമായിട്ട് കയറുന്നത്. എന്താണ് ആഗ്രഹം എന്ന് ഇതിനകത്ത് പറയുന്നില്ല.
ഇവനൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെ ഇവരുടെ ഐഡിയ ആണ്, ഇവരാണ് അതിനെ സഹായിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തോ ഒരു സംഭവമാണ്, അത് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാമെന്നാ പറയാം. എന്തായാലും അത് നടക്കട്ടെ. ഒരുപാട് എന്താണ് കൊച്ചിലെ തൊട്ടേ അവനെ യഥാർത്ഥ കറക്റ്റായിട്ട് ഒരു പാരന്റിങ് അവന് കിട്ടിയിട്ടില്ല. ആ സമയത്താണ് അവൻ ഈ പറയുന്ന വഴിതെറ്റി പോകുന്ന രീതിയിലൊക്കെ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ അവന് അതിന് അടിമപ്പെടേണ്ടി വന്നത്. ആ ഒരു പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. സ്വന്തം അച്ഛൻ വീട്ടിലിരുത്താതെ കൊണ്ട് എന്താണ് ഈ പറയുന്ന ഓരോ വേദികളിലും, അങ്ങനെ മിമിക്രി കളിക്കുന്ന ഓരോ വേദികളിലും കൊണ്ടുപോകേണ്ടതായിട്ടൊരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയില്ല വീട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഒരു അമ്മയായിട്ട് പ്രസവിച്ചില്ലെങ്കിലും രക്തബന്ധം ഇല്ലെങ്കിൽ കൂടി ഒരു സ്വന്തം മകനെ പോലെയാണ് അവർ ഇതിന് കാണുന്നത് എന്നുള്ളതാണ്. ഇത് അവന് വലിയൊരു എന്താണ് ഒരു കൈത്താങ്ങാണ്, വലിയൊരു ധൈര്യമാണ്, അവന് വലിയൊരു ആശ്വാസമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കുടുംബം പോകുകയാണ്. ബാക്കി കേൾക്കാം. അവനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജും ഒക്കെ പറഞ്ഞ് അവന്റെ അടുത്ത് അവനെ ഈ സമയത്ത് ചേർത്ത് നിർത്താൻ അവൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന സമയമാണ്. അതാണ് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും അവൻ ചില്ലായിട്ടാണ് ഇരിക്കണേ. അവൻ വിഷമങ്ങളുണ്ടെങ്കിൽ അത് അതിജീവിക്കണം. അവനറിയാം അവനെതിരെ വരുന്ന ശരങ്ങളും ഇതൊക്കെ. പിന്നെ നമ്മള് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവന് ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കാറുണ്ട്. അവന്റെ ഫ്രണ്ട്സുമായിട്ടും സംസാരിക്കും. ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ നമ്മളും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അവനൊരു ആഗ്രഹം പറയുമ്പോ നമ്മള് അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കാണ്. ഇനി പ്രാർത്ഥന ഉണ്ടാവണം ആഗ്രഹം നടക്കണമെങ്കിൽ. അപ്പൊ അത് ഉണ്ടാവട്ടെ. കിച്ചുട്ട് അത്രയും ആഗ്രഹിച്ചാണ് വരുന്നത്. അപ്പൊ ട്രെയിൻ എടുക്കാറായി. നമ്മൾ ഇവിടെ കൊച്ചുവഴി. ഓക്കെ, അവൻ അത്രയും ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അത് നമ്മൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് കാലത്ത് പക്ഷെ ഇവര് സ്വന്തം മകനെ പോലെയാണ്. അവനൊരു മൂത്ത മകനാണ്. അവൻ ഇവിടെ പഠിക്കാൻ പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവനെ പോലെയാണ് കാണുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് അവനെ പോലെയാണ്. ഇവനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറയുന്നത് എന്റെ മകനെ വെയിറ്റ് ചെയ്തിരിക്കും പോലെയാണ് പോയത്. അതാണ് ഞാൻ വൈകി വന്ന അമ്മ എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരു അമ്മയുടെ സ്നേഹം അവന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇവൻ വരുന്ന ഒരു സീനുണ്ട്, അത് നമുക്ക് കേൾക്കാം. ആയി ചങ്കുകളെത്തി വരുന്നു നമ്മളെ ആണക്കുട്ടന്മാര്. ഞാൻ അന്ന് അപ്പൂസിനെ വെയിറ്റ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടാവോ? എനിക്ക് പേടിയിട്ട് ഉറങ്ങില്ല അതുകൊണ്ടല്ലേ. എന്താടാ ഞാൻ പറഞ്ഞല്ലേ നീ ഉറങ്ങിയില്ലേ? ഓക്കെ, ഇതാണ് അവൻ വന്നത്. അതിനകത്ത് പറയുന്നുണ്ട് അപ്പൂനെ പോലെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അവൻ ആ വീഡിയോക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകനെ വെയിറ്റ് ചെയ്യും പോലെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർ വന്നപ്പോഴുണ്ടായ സങ്കടം, ഞാൻ ആ ഒരു സന്തോഷമാണ് നമ്മൾ കണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ഓൺലൈൻ ബിസിനസ് എന്തോ തുണിക്കട അങ്ങനെ എന്തോ ഉണ്ട്, ഒരു കടയുണ്ട്, ഓൺലൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ അടച്ചിട്ടിട്ട് ഇവന് വേണ്ടിയിട്ട് ഇവന്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ്. ഇനിയിപ്പോ ഈ തുണിയുമായിട്ട് ഇവൻ നടത്തുന്ന തുണിയുമായിട്ട് ബന്ധപ്പെട്ട് അത് അവന് ഓൾറെഡി സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവൻ ചാൻസിൽ വേറെന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അവരൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് അവനൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? എല്ലാം കൊച്ചിലെ അമ്മയിട്ട് പോകുന്നു, രണ്ടാം അമ്മയിട്ട് പോകുന്നു. ഇതുവരെ കേട്ടും ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർത്തുന്ന ഒരു കൊച്ചാണ്. ഈ ഒരു സമയത്ത് ഒരു അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയെ കിട്ടുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇതിനകത്ത് നമ്മുടെ ഹൃദയം തൊടുന്ന മറ്റൊരു രംഗമുണ്ട്, അത് നമുക്ക് കാണാം. ഇവന് ഉറങ്ങുകയാണ് കേട്ടോ അവിടെ. ഇത് വലിയൊരു ഹൃദയസ്പർശിയായ ഒരു രംഗമായിരുന്നു, അല്ലേ? അതായത് അവൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി അവന്റെ നിറകയിൽ തലോടുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇതുവരെ കേട്ട് അവന് കിട്ടിയിട്ടുണ്ടെന്ന് 100% കുറവാണ്. അങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി അവന്റെ നിറകയിൽ തലോടി ഉറക്കുന്ന ഒരു അമ്മയെ അവൻ ഇതുവരെ കേട്ട് കിട്ടിയിട്ടില്ലായിരിക്കും. ആ ഒരു സ്നേഹം ഇവരിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ആ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കട്ടെ,
അവനെ ഇനി ഇട്ടിട്ട് പോകുന്നത് ചെയ്ത് ആ പ്രേക്ഷകരുടെ ഒരു വേവലാതിയാണ് അല്ലെ. പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന ആ കിച്ചുവിന് ഒരു തുണ വേണം, അല്ലെങ്കിൽ അവനെല്ലാം ഈ അവനെ കൂട്ടു നിൽക്കുന്ന, അവന് കരുത്തായിട്ട് ഒരു കൂട്ടായിട്ട് കൂടെ ഒരു നല്ലൊരു ആള് വേണമെന്ന് പ്രേക്ഷകർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാട് സൈബർ അറ്റാക്കുകൾ, ഇപ്പോൾ അത് അമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ, എതിർക്കെ ഒരുപാട് സൈബർ അറ്റാക്കിലേക്ക് ഇട്ടുകൊടുക്കുകയും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക വേദനകൾ അനുഭവിക്കുകയൊക്കെ ചെയ്തൊരു കൊച്ചാണ് അല്ലേ. ഇപ്പൊ തന്നെ അവസാനം വന്ന ഫാദർ തന്നെ വന്ന് പറയുന്ന രീതി ഇപ്പോഴും അതിന്റെ ഒരു ചുഴലഴിയാത്ത പോലെയാണ്. നമ്മൾ പറഞ്ഞു എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പോഴും അവരുടെ പക്ഷം നിൽക്കുന്നവർ വീണ്ടും എന്ന് പറയുന്നതൊന്നും അല്ല, അവർ ഇതിനെയും കണ്ടി വലിയ എന്തോ മാരകമായ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് പുറത്ത് വരട്ടെ എന്ന് വീണ്ടും ഈ പറയുന്നത് ഇപ്പൊ പൊട്ടിക്കും വീണ്ടും ആ ചെറുക്കന്റെ ഭാവിയെ തുലയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്ത് എന്ത് ചെയ്യുന്നത്, അവര് തലോടുന്നത്. ഇതിന് ശേഷം അവര് തൃശ്ശൂർ എത്തുന്നുണ്ട്. തൃശ്ശൂർ എത്തിയ ശേഷം എന്താണെന്ന് മുതൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുള്ളൂ, എന്തിനാണ് അവരവിടെ പോയത് എന്നുള്ളത്. കമന്റ് ബോക്സിൽ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേരുടെ കണ്ണ് നിറയുന്നുണ്ട് എന്ന് പറയും. ഈ പറയുന്ന അവന് നിറകിൽ തലോടുന്ന ആ ഒരു രംഗം കാണുമ്പോൾ പലർക്കും കണ്ണ് നിറയുന്നുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ കിച്ചുവിനും എന്താണ് ഒരു മകന്റെ സ്നേഹം കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത്. കാരണം നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഇതാണ്. അതായത് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, അമ്മ നല്ല രീതിയിൽ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്ത് എന്ത് ചെയ്യുന്നു, അവനെ കൊണ്ടുപോകുന്നു, ഒരു അമ്മയെ പോലെ നോക്കുന്നു. അതുപോലെ തന്നെ അവനും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ ഒരു സ്ത്രീയെ ഒരു അമ്മയെ പോലെ തന്നെയാണ് അവനും കാണുന്നത്. ഈ ഒരു സ്നേഹം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, തെറ്റിദ്ധാരണകളൊന്നും വരാതെ, നിങ്ങളുടെ ഇടയിൽ വഴക്കോ അങ്ങനെയുള്ള ചിലവരെ കൊണ്ട് ഇങ്ങനെ സ്ക്രൂ കയറ്റി വിട്ടുതരും, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ കാരണമൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോ. നമുക്ക് വീണ്ടും കാണാം. ശരി.